ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മള് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു പേപ്പർ സോപ്പ് ഉണ്ടാക്കണേ. അപ്പോൾ ഇതുപോലത്തെ പേപ്പർ സോപ്പ്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പേപ്പർ സോപ്പ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് അതുപോലെ തന്നെ പേപ്പർ സോപ്പ് ഉണ്ടാക്കിയിട്ട് നോക്കാം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പേപ്പർ സോപ്പാണ്. ഞാൻ മുൻപുള്ള ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ മുൻപ് ഹാൻഡ് വാഷ് വെച്ചിട്ടായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ സോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് A4 ഷീറ്റിലും ചെയ്ത് നോക്കാം, ടിഷ്യൂ പേപ്പറിലും ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ പേപ്പറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് A4 ഷീറ്റ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ സോപ്പ് ഇവിടെ നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മൾ ഹാൻഡ് വാഷ് അപ്ലൈ ചെയ്തിട്ട് ഉണക്കാനൊക്കെ വെച്ചിരുന്നല്ലോ, അതിൽ നിന്നൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്യട്ടെ. ഞാനിവിടെ ഈസി ആവാൻ വേണ്ടിയിട്ട് സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ടിഷ്യൂലും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്നും സോപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. രണ്ട് പുറത്തും സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടൊരു കണ്ടെയ്നർക്ക് മാറ്റാം. ഞാനിത് ഒരു സൈഡിൽ A4 ഷീറ്റ് വെച്ച് ചെയ്തതും പിന്നെ മറ്റേ സൈഡിൽ ടിഷ്യൂ പേപ്പർ വെച്ചതുമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് വർക്ക് ആവണ്ടെന്ന് നോക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളത് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ട് തന്നെ പതയുണ്ട് കേട്ടോ. ഇനി നമുക്ക് A4 ഷീറ്റ് വെച്ചിട്ടുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം സെറ്റാണ്. എനിക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്തതിനെക്കാട്ടിയും A4 ഷീറ്റ് വെച്ച് ചെയ്തതാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാട്ടോ. നമ്മൾ നേരത്തെ ഹാൻഡ് വാഷ് വെച്ച് ചെയ്തല്ലോ, അതിലേറെ സിമ്പിളാണ് ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.